സംതിങ് ഈസ് റോട്ടൺ ഇൻ ദി സിറ്റി ഓഫ് ഡെൻമാർക്ക് എന്ന് പറയുന്നതല്ലേ, ബംഗ്ലാദേശിൽ നടന്ന ഭരണമാറ്റത്തിന് പിന്നിൽ എന്തോ കാരണങ്ങളുണ്ട്, അതത്ര നല്ല കാരണങ്ങളല്ല എന്നുള്ള ബോധ്യം നമുക്ക് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ബംഗ്ലാദേശിലെ ഭരണപക്ഷത്തിൻ്റെ ഒരു പ്രമുഖനായ മുൻമന്ത്രിയായ നേതാവ് തന്നെ അത് തുറന്നു സമ്മതിച്ചിരിക്കുകയാണ്. അല്ലാതെ തന്നെ അവിടുത്തെ യുവാവായിട്ടുള്ള സൈനിക മേധാവിയും വയോധികനായിട്ടുള്ള പ്രധാനമന്ത്രി മുഹമ്മദ് യൂനിസും തമ്മിലുള്ള ഒളിയമ്പുകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതുകൂടാതെ നേരത്തെയുള്ള കലാപത്തിന് സമാനമായ രീതിയിലുള്ള തീവെപ്പുകൾ, അത്തരത്തിലുള്ള കൊള്ളിവയ്പ്പുകൾ, ഇങ്ങനെയുള്ളതും അതുപോലെ തന്നെ സംഘട്ടനങ്ങൾ ഒക്കെ വളരെ രൂക്ഷമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിലൊക്കെ കണ്ടിട്ട് അതൊന്നും നിയന്ത്രിക്കാനാവാതെ ഈ അരാജകത്വത്തിന് കൂട്ടുനിന്നുകൊണ്ടിരിക്കുകയാണ്. ടോട്ടൽ കെയോസാണിപ്പോൾ ബംഗ്ലാദേശിലാകപ്പാട്. അതിന് അധ്യക്ഷത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് മുഹമ്മദ് യൂനിസ് എന്ന് പറയുന്ന അമേരിക്കയുടെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ പാവ ഭരണകൂടം. അപ്പോൾ ഏറ്റവും പുതിയ സ്ഥിതിഗതികളെക്കുറിച്ചും അതിൻ്റെ ഒരു ഇമ്പാക്റ്റിനെക്കുറിച്ചും റോബിൻ മാഷ്. അങ്ങ് പറഞ്ഞതുപോലെ ഒരു കയോട്ടിക് സിറ്റുവേഷനാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ നിലവിലുള്ളത്. മുഹമ്മദ് യൂനസിനെ കുറിച്ചും മുഹമ്മദ് യൂനസ് അധികാരത്തിൽ വന്നത് എങ്ങനെയെന്നതിനെക്കുറിച്ചും കോൺസ്പിറൻസി തിയറികൾ അടക്കം ധാരാളം കാര്യങ്ങൾ നിലവിൽ അന്തരീക്ഷത്തിൽ ഇങ്ങനെ ഉണ്ട്. അത് ശരിവെക്കുന്ന രീതിയിൽ ഒട്ടനവധി കാര്യങ്ങൾ, രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ നോബൽ സമ്മാനം അദ്ദേഹത്തിന് ലഭിച്ചത് മൈക്രോ ഫിനാൻസിങ്ങിനാണല്ലോ. ഈ മൈക്രോ ഫിനാൻസിങ് രംഗത്ത് അദ്ദേഹം വലിയ മുന്നേറ്റങ്ങൾ നടത്തി. അത് ഷെയ്ഖ് ഹസീനയുടെ കാലത്ത് തന്നെ അത് ബംഗ്ലാദേശിനെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ച് വലിയ ഉയരങ്ങളിലേക്ക് അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞു. അതിനാണ് അദ്ദേഹത്തെ സമ്മാനിതനായത്. അദ്ദേഹത്തിന് ആ സമ്മാനം തന്നെ വളരെ ദീർഘമായി മുൻകൂട്ടി കാലക്കൂട്ടിയുള്ള ഒരു പ്ലാൻ ആയിരുന്നു എന്ന് വിമർശിക്കുന്നവരുണ്ട്. അത് സ്വീഡിഷ് അക്കാഡമി അങ്ങനെ സ്വാധീനിക്കാൻ പറ്റുമോ എന്ന കാര്യം മറ്റൊന്ന്. പക്ഷേ അതിലേക്ക് ലോകത്തിൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയും വളരെ കൃത്യമായി അദ്ദേഹത്തെ പൊസിഷൻ ചെയ്യുകയും ഒരു അക്കാഡമി വിന്നർ എന്ന നിലയ്ക്ക്, ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞൻ എന്ന നിലയ്ക്ക് അദ്ദേഹം രാജ്യത്തിൻ്റെ രക്ഷകനായി വന്നുകൊണ്ട് ഇനി രാജ്യത്തെ നയിക്കേണ്ടത് അദ്ദേഹമാണെന്നുള്ള തോന്നലുണ്ടാക്കിക്കൊണ്ട് മാധ്യമങ്ങളെ ഉപയോഗിച്ച് അത്തരത്തിലുള്ള ഒരു അഭിപ്രായം, അന്തരീക്ഷം നിലനിർത്താൻ ചില ശക്തികൾക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ. അത് ഒരു പരിധിവരെ ശരിയുമാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കേരളത്തിലെ കുടുംബശ്രീക്കും ഇല്ലേ നൊബേൽ സമ്മാനത്തിലേക്ക് ഒരു നാമനിർദ്ദേശം കിട്ടേണ്ടതാണ്. അല്ല, കുടുംബശ്രീ അതിമനോഹരമായിട്ടുള്ള ഒരു പ്ലാൻ തന്നെയാണ്. തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ കിട്ടുന്നത് സന്തോഷകരമായ കാര്യമാണ്. എങ്കിൽ പോലും നമ്മൾ ഈ ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ഇപ്പോൾ പറയുമ്പോൾ ഈ രൂപത്തിലുള്ള ഒരു രീതിയായിരുന്നു. എന്തായാലും ഷെയ്ഖ് ഹസീന സർക്കാരിനെ പുറത്താക്കാൻ വലിയ വൻ ജനപ്രക്ഷോഭങ്ങളെ, ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടായി. ആ പ്രക്ഷോഭങ്ങളുണ്ടായി അവരെ അവിടുന്ന് നാടുവിടുകയും ചെയ്തു. അപ്പോൾ ഇന്ത്യയിലേക്കാണ് അവർ അഭയം പ്രാപിച്ചത്. തുറന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അവർ അതിന് തൊട്ട് പുറകെ മുഹമ്മദ് യൂനിസിൻ്റെ സർക്കാർ അധികാരത്തിൽ വന്നു. അധികാരത്തിൽ വന്നതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തിനെതിരായിട്ട് ഒട്ടനവധി ആക്രമണങ്ങൾ, ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്രാമീൺ ബാങ്കിൻ്റെ ആസ്ഥാനത്ത് ബോംബ് സ്ഫോടനം ഉണ്ടായി. അതിനാണ് നൊബേൽ സമ്മാനം കിട്ടിയത് ഈ ബാങ്കിനകത്താണ്. അപ്പോൾ പ്രൊഫസർ മുഹമ്മദ് യൂനിസിൻ്റെ ബാങ്കിൻ്റെ ആസ്ഥാനത്ത് വലിയ സ്ഫോടനമുണ്ടായി. അതിനെ തുടർന്ന് ധാക്കയിലാകമാനം തീവപ്പും ബംഗ്ലാദേശ് അതീവ ജാഗ്രതയിലാണ്. അത് നടന്നുകൊണ്ടിരിക്കുന്നു. അത് മാത്രമല്ല, പ്രധാന ലക്ഷ്യകേന്ദ്രങ്ങളായിട്ട് ഇത് മാറുമ്പോൾ ഒപ്പം നാഷണൽ സിറ്റിസൺ പാർട്ടി എന്ന പാർട്ടിയുടെ ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. അത് വിദ്യാർത്ഥി പ്രക്ഷോഭകരുടെ നേർക്കാണ്. തീവപ്പ് സംഭവങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. ഹസീനയുടെ രാജിക്കായിട്ട് മുമ്പ് നടന്ന പ്രക്ഷോഭങ്ങളിലൊക്കെ പങ്കെടുത്ത നിരവധി പാർട്ടികളും ഗ്രൂപ്പുകളും യുഎൻഎസിൻ്റെ ഇടക്കാല ഭരണകൂടത്തിന് പിന്തുണ നൽകിയ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ഇവർക്കൊക്കെ എതിരായിട്ട് നേരെ തിരിച്ച് പ്രവർത്തനം ഉണ്ടായി. പ്രതിഷേധ മാർച്ചുകൾ, ഹസീനയുടെ പിന്തുണക്കാർ ആക്രമങ്ങൾ തുടർച്ചയായി അഴിച്ചുവിടാൻ സാധ്യതയുണ്ടെന്ന് അവർ സംശയിച്ചിരുന്നു. അത് ചില ഭീകരബന്ധങ്ങൾ ആരോപിക്കപ്പെടുന്നുണ്ട്. എന്തായാലും ഇങ്ങനെയുള്ള എല്ലാ ആക്രമണങ്ങളെയും പശ്ചാത്തലത്തിലാണ് ഈ ആക്രമണങ്ങളെയെല്ലാം ശരിവെക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ആക്രമണങ്ങളുടെ പിന്നിൽ മുമ്പ് ആരോപിച്ച പല തിയറികളും ലോകമെമ്പാടുമുള്ള നിരീക്ഷകർ, ഇന്ത്യ ഒക്കെ പറയുന്നത് പോലെ അത് ശരിവെക്കുന്ന രീതിയിൽ, അത് ശരിയാണെന്ന് അടിവരയിടുന്ന ഒന്നാണ് അവിടുത്തെ മുൻ ബംഗ്ലാദേശിലെ മന്ത്രിയായ മൊഹിബുൾ ഹസൻ ചൗധരിയുടെ സ്ഫോടനാത്മകമായ വെളിപ്പെടുത്തലാണ്. ഇത് അക്ഷരാർത്ഥത്തിൽ ഒരു പൊട്ടിത്തെറിയാണ് അവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. മറ്റെല്ലാം ഈ ബാങ്കിൻ്റെ ആസ്ഥാനത്ത് പൊട്ടിയ ബോംബ് പോലെ അല്ല ഇതൊരു ശരിക്കും ഹ്യൂമൻ ബോംബാണ്. അത് പൊളിറ്റിക്കൽ ബോംബാണ്. എക്സാക്ട്ലി, അതാണ് ശരിയായിട്ടുള്ള കാര്യം. അപ്പോൾ അദ്ദേഹം പറയുന്നു, ഈ പ്രൊഫസർ മൊഹിബുൾ ഹസൻ ചൗധരി പറയുന്നത്, ഈ പ്രക്ഷോഭം പിന്നെ ഷെയ്ഖ് ഹസീനയുടെ കാലത്തുണ്ടായ അവരെ
സ്ഥാനഭ്രഷ്ടിയാക്കാനുള്ള ആ പ്രക്ഷോഭം അത് ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രക്ഷോഭമായിരുന്നില്ല എന്നും അത് പക്ഷേ അല്ലാതെ വിദേശ ഫണ്ടിങ്ങോട് കൂടി ആസൂത്രണം ചെയ്യപ്പെട്ട ഒരു ഓപ്പറേഷൻ ആയിരുന്നു എന്നുമാണ്. അപ്പോൾ അതിന് പിന്നിൽ ബിൽ ക്ലിൻ്റൺ, ജോർജ് സോറോസ്, അതുപോലെ അമേരിക്കൻ US എയ്ഡ് NGO ആണല്ലോ, അറിയാം. ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആ വ്യാജേന അല്ല, അതിൻ്റെ ഒരു സംഘത്തിൽ ചേർന്ന ഒന്നാണ് ഓപ്പൺ സൊസൈറ്റി എന്ന് പറഞ്ഞത്. അവരുടെ മാധ്യമങ്ങളെ സ്വാധീനിക്കുന്ന മാധ്യമങ്ങൾക്ക് പണം കൊടുത്ത് കൂലി എഴുത്ത് എഴുതുക ഡീപ് സ്റ്റേറ്റിന്റെ ഒരു ഭാഗമാണ്. ഇതിനകത്ത് ഇതുവരെ എല്ലാവരും പെടുന്നതാണ്. ഒരു നമ്മൾ തന്നെ അത് ബ്രേക്ക് ചെയ്തിരുന്നു. ആരാണ് ഡീപ് സ്റ്റേറ്റിനെ കുറിച്ച് ചില വെളിപ്പെടുത്തലുകൾ വന്നു. അപ്പൊ അതിനകത്ത് ലോകത്തുള്ള എല്ലാ വലിയ കമ്പനികളുടെയും നമുക്കറിയാത്ത ആളുകൾ, ചില കുടുംബങ്ങൾ, റോക്ക്ഫെല്ലർ കുടുംബം പോലെ, റോത്ത്ഷീൽഡ് പോലെ, ബ്ലാക്ക് റോസ് പോലെയുള്ള കുടുംബങ്ങൾ, അപ്പൊ ഇത്തരത്തിലുള്ള കുടുംബങ്ങളൊക്കെ പിന്നെ ഇതിന്റെ പുറകിലുണ്ട് എന്ന് പറയുമ്പോൾ അത് ആരുമാകാം. ലോകത്തിലെ വലിയ നേതാക്കളുണ്ട്. ബാങ്കിങ് രംഗത്ത് മോർഗൻ ഫ്രീമാനൊക്കെ പോലുള്ള JP മോർഗനൊക്കെ പോലുള്ള വലിയ കമ്പനികളുണ്ട്. അങ്ങനെ പലരുമുണ്ട് എന്ന് പറയപ്പെടുന്നുണ്ട്. അവരെല്ലാവരും ലോകത്തെല്ലായിടത്തും ഇത്തരത്തിലുള്ള ഓപ്പറേഷനുകൾ അസ്ഥിരപ്പെടുത്താൻ, ഭരണകൂടങ്ങളെ അസ്ഥിരപ്പെടുത്താനായി ഫണ്ടിങ് നൽകുന്ന ആളുകളാണ്. അവർ അമേരിക്കക്കകത്ത് ഈ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, തങ്ങളുടെ ആളുകൾക്കെതിരായി പോലും. ഇപ്പൊ ഒരു പറയുന്നത് ട്രംപിനെതിരായ നീക്കങ്ങൾക്കിടയിൽ അമേരിക്കയുടെ പല ഭാഗങ്ങളിലും പ്രക്ഷോഭങ്ങളുണ്ടായി, നോക്കിംഗ് പ്രക്ഷോഭങ്ങളുണ്ടായി. ഞങ്ങൾക്ക് ഇനി ഒരു കിങ്ങിനെ ആവശ്യമില്ല, ഞങ്ങൾക്ക് രാജാവിനെ വേണ്ട. അപ്പൊ പല ഭാഗങ്ങളായിട്ട് 12,000 സ്ഥലങ്ങളിലാണ് അങ്ങനെ അത്തരം പ്രക്ഷോഭങ്ങളുണ്ടായത്. അതെല്ലാം ഓപ്പറേറ്റഡ് ആയിരുന്നു എന്നാണ്. ജൻസി കലാപങ്ങൾ നമുക്കറിയാം. പിന്നെ ശ്രീലങ്കയിലുണ്ടായ കലാപമാണെങ്കിലും, പാകിസ്ഥാനിലുണ്ടായ കലാപമാണെങ്കിലും, നേപ്പാളിലുണ്ടായ, ബംഗ്ലാദേശിലും ഏറ്റവും ഒടുവിൽ നേപ്പാളിലുള്ള കലാപവും. അപ്പൊ ഇത്തരത്തിലുള്ള കലാപങ്ങൾക്ക് ഇന്ത്യയിലും സംഭവിക്കാൻ സാധ്യതയുണ്ട്. അല്ല, വന്നിരുന്നു CAEക്കെതിരായിട്ടുള്ള പ്രക്ഷോഭം. വാസ്തവത്തിൽ അങ്ങനെ സ്പോൺസേർഡ് ആയിട്ട് വന്നിട്ടുള്ള എല്ലാ ഇത്തരത്തിലുള്ള നേരത്തെ തന്നെ നിരീക്ഷണമുണ്ട്. അപ്പൊ ഇനിയും അത് സാധ്യതയുണ്ട്. ആ സാധ്യത അവർ പറയുന്നത്, ഈ നിരീക്ഷകർ പറയുന്നത്, ഈ നേപ്പാളിലെ പോലത്തെ കലാപങ്ങൾ, അത്തരത്തിലുള്ള ജൻസി കലാപങ്ങളൊക്കെ പക്ഷെ ആദ്യം ഇനി സംഭവിക്കാൻ സാധ്യതയുള്ള US തന്നെയാണ്. ആ ഗവൺമെന്റിനെ അസ്ഥിരപ്പെടുത്തുക, അവരുടെ താല്പര്യങ്ങൾക്ക് നിരക്കുന്ന രീതിയിൽ എവിടെയായാലും ആരായാലും അവർ പുറത്താക്കും എന്നുള്ളത് തന്നെയാണ്. അതിന് ഏത് മാർഗവും അവർ സ്വീകരിക്കും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതിനുള്ളിൽ ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് പോലും ചിന്തിക്കാൻ പറ്റാത്ത വിധം വികൃതവും അജ്ഞാതവുമായ മുഖങ്ങളാണ് അവിടെ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ വിദേശ ഫണ്ടിങ്ങോട് കൂടിയുള്ള ആൾക്കാരിൽ അതിന് പിന്നിൽ കൃത്യമായും ബിൽ ക്ലിൻ്റനും, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റനും, ജോർജ് സോറോസും, US എയ്ഡും, ബൈഡൻ ഭരണകൂടവും ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹത്തിന്റെ ആരോപണം, ഹസൻ ചൗധരിയുടെ ആരോപണം. അപ്പോൾ അദ്ദേഹത്തിന് അത് അറിയുന്ന കാര്യമായിരിക്കണം. അതുകൊണ്ടാണല്ലോ അദ്ദേഹം പറയുന്നത്. വലിയ ആരോപണം വലിയ പ്രക്ഷോഭത്തിന് കാരണമായി, വലിയ ഷോക്കിന് കാരണമായിട്ടുണ്ട്. അപ്പോൾ വിദേശ ശക്തികൾ നടത്തിയ കരുതലോടെയുള്ളൊരു നീക്കമായിരുന്നു ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. വെറുതെ ഒരു നീക്കമായിരുന്നില്ല, അല്ലെങ്കിൽ സ്വാഭാവികമായി ഉണ്ടായ ഒരു പ്രതിഷേധ സ്വരമായിരുന്നില്ല, ശബ്ദമായിരുന്നില്ല. പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വിദേശ ശക്തികളുടെ ഇടപെടലിനെ കുറിച്ച് അദ്ദേഹം പറയുമ്പോൾ അരാജകത്വ വിപ്ലവം എന്നാണ് വിളിക്കുന്നത്. 2024 പ്രക്ഷോഭം അങ്ങനെ ഉണ്ടായ ഒന്നാണ്. എഞ്ചിനീയർഡ് കയോസ് എന്നാ പറയാ. അത് പ്ലാൻഡ് ആയിട്ടുള്ള പദ്ധതി നടപ്പാക്കിയതാണ്. അപ്പം ക്ലിൻ്റൺ, സോറോസ് പങ്ക്, മൊഹിബുൾ ഹസൻ, അതാണ് പ്രധാനപ്പെട്ട ആരോപണമായിട്ട് പറയുന്നത്. ആ പ്രക്ഷോഭകർക്ക് അവർ സാമ്പത്തിക സഹായം നൽകി, US എയ്ഡിൻ്റെ പിന്തുണയുണ്ടായി. ബൈഡൻ ഭരണകൂടം ഒപ്പം ജോ ബൈഡൻ്റെയും വഴി ശക്തമായ രാഷ്ട്രീയ പിന്തുണ നൽകി സാമ്പത്തിക സഹായം ലഭിച്ചു എന്നാണ്. യൂനസ് ഭരണത്തിന് അതിലൂടെ വഴിയൊരുക്കി. മുഹമ്മദ് യൂനസിൻ്റെ ഇടക്കാല ഭരണകൂടം ആയിരുന്നു അവരുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. വഴക്കമുള്ള, അനുസരണയുള്ള ഒരു ഭരണകൂടമായിരുന്നു അവരുടെ ആവശ്യം. അവർ വിദേശ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അവരുടെ ലക്ഷ്യം. അവർ റാഡിക്കലോടൊപ്പം ചേർന്ന് വലിയ തുകകൾ അതിനുവേണ്ടി ചെലവാക്കി ഷെയ്ഖ് ഹസീനയെ പുറത്താക്കുന്നതിൽ അത് എത്തിപ്പെട്ടു. അപ്പോൾ ഈ കലാപം സൃഷ്ടിക്കാൻ രാജ്യത്ത് വിദ്യാർത്ഥികളെ മറ്റ് തെരുവിലിറക്കാനുമാണ് ഇവർ ഈ പണം ഉപയോഗിച്ചത്. അപ്പം ഇതിൻ്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളും പ്രത്യാഘാതങ്ങളും നോക്കുമ്പോൾ ഈ വെളിപ്പെടുത്തൽ, ചൗധരിയുടെ ഈ വെളിപ്പെടുത്തൽ ബംഗ്ലാദേശിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അവാമി ലീഗിൻ്റെ നിലപാട്, അവർ മുന്നേ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതേ ആരോപണങ്ങളും ശരിവെക്കുന്ന രീതിയിലാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് യൂനസ് മുഹമ്മദിൻ്റെ സർക്കാരിന് ഇതിൽ പ്രതിരോധിക്കേണ്ട നിലപാട് വന്നിരിക്കുന്നു. അദ്ദേഹത്തിന് ആരോപണങ്ങൾ ശക്തിയായി പ്രതിരോധിക്കേണ്ട അവസ്ഥ വന്നിരിക്കുന്നു. അവരുടെ വിശ്വാസ്യതയെ ചോദ്യം ചെയ്യുന്ന അവസ്ഥ വന്നിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് തന്നെ അപകടത്തിലാണ്. പൊതുതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് ഇപ്പോൾ. അതിനിടയ്ക്കാണ് ഗ്രാമീണ ബാങ്കിന്റെ ആസ്ഥാനത്ത് നടന്ന
ബോംബ് സ്ഫോടനം സ്ഫോടനം ഉൾപ്പെടെ തന്നെ സൂചിപ്പിക്കും. മറ്റ് സ്ഥലങ്ങളിലുള്ള സ്ഫോടനങ്ങളും ആക്രമണങ്ങളും ധാക്ക കത്തുകയാണ് അക്ഷരാർത്ഥത്തിൽ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഇപ്പോൾ നേരത്തെ ഷെയ്ഖ് ഹസീന പലായനം ചെയ്തതുപോലെ മുഹമ്മദ് യൂനിസ് അവിടുന്ന് പലായനം ചെയ്യേണ്ട അവിടെ ഒരു പലായനം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഉണ്ടാവുന്ന അവസ്ഥ. ഇന്ത്യ വെറുതെ ഇരിക്കില്ല, ഇന്ത്യ അത് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യ ആ ഗവൺമെന്റിനെ മാറ്റാനായിട്ടുള്ള എല്ലാവിധ ശ്രമങ്ങളും ഇന്ത്യക്ക് അത് വേണം. ഷെയ്ഖ് ഹസീന അതെ ഷെയ്ഖ് ഹസീന ഇന്ത്യയിലേക്കാണ് വന്നതെങ്കിൽ അദ്ദേഹം ചൈനയിലേക്കാണ് അവിടെ കൊണ്ടുപോയി കൃത്യമായതാണ്. ചൈനയിലേക്ക് അദ്ദേഹം ഒളിച്ചോടി വേറെ എവിടെയെങ്കിലും പോവും. ഇന്ത്യയിലേക്ക് എന്തായാലും സ്വീകരിക്കാൻ സാധ്യതയില്ല. വീണ്ടും അവിടെ ഹസീന തിരിച്ചു വരുന്ന ഒരു ദിവസം നമുക്ക് കാണേണ്ടി വരും. എന്തായാലും ഇത്തരത്തിലുള്ള പല വെളിപ്പെടുത്തലുകളും ഇനി ബംഗ്ലാദേശിന്റെ മണ്ണിൽ നിന്ന് നമുക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് വലിയ ഭൂകമ്പത്തിനും സാധ്യതയുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.